എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. ഇവിടെ ആരാണ്? പൃഥ്വിരാജൻ, മുരളി ഗോപി ആർ ആന്റി നാഷണൽസ്. നിങ്ങളുടെ എല്ലാം വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ ഇവരെ വിലയിരുത്തുന്നത്. ഞാൻ നാളെ വെറും ഒരു എന്താണ് പറയുന്നത്, ഞാനിപ്പോ ഈ പട്ടികവാണ്ടി എന്റെ ഒരു സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഞാൻ ദേശസ്നേഹ പട്ടാളപ്പടങ്ങൾ എടുക്കും. അതിലാണ് ദേശസ്നേഹം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത്. ഇത് ചെയ്യുന്നുണ്ട്. ഇനിയും വരുന്ന സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഓപ്പറേഷൻ രാഹത്തിനെ ഇതിന്റെ അകത്ത് ആരോ താൻ അതും വൈറ്റ് വാഷ് ചെയ്യാനില്ല എന്നൊക്കെയുള്ള കമന്റൊക്കെ ഞാൻ കണ്ടു. അതല്ല സഹോദരൻ, നിങ്ങളുടേതായിട്ടുള്ള കൺസെപ്റ്റ്. ഞാനത് കാണിക്കുന്ന എന്താണ്? എന്റെ രാജ്യം മറ്റൊരു രാജ്യത്ത് പോയി എന്റെ രാജ്യത്ത് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ അവിടെ പോയിട്ട് ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് 2015 ആദ്യമായിട്ട് ഇന്ത്യ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ രാഹത്ത്. സോ അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും. കാരണം എന്തിനാ, ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണത്. എന്റെ ശബ്ദം ഒച്ച കൂടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാനിപ്പം 2-3 പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷമിക്കണം. ഞാൻ ഷൗട്ട് ചെയ്തൊന്നുമല്ല, ഞാൻ കാറിലിരുന്ന് പറയുന്നതുകൊണ്ടാണ്. എന്റെ വികാരം ഞാനത് കാണിക്കും. എന്താണ്? എനിക്കത് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. മൈ കൺട്രി ഹാസ് ഗോൺ ഇൻ ടു സം അതർ കൺട്രി. എന്നിട്ട് അവിടെ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന എന്റെ ഇന്ത്യക്കാരെ രക്ഷിക്കൊണ്ടുവന്നുള്ള ഒരു ഓപ്പറേഷൻ, അത് ഓപ്പറേഷൻ രാഹത്. അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്ന യുക്രൈനിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ എന്റെ രാജ്യത്തിന് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള എനിക്ക് അഭിമാനിക്കാതെ. പൃഥ്വിരാജിനെ എങ്ങനെ പിന്തുണച്ചത്? ആകെ പിന്തുണച്ചത് ഈ പടമെടുക്കാൻ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പിന്തുണച്ചു അല്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇത്ര കണ്ട് പൃഥ്വിരാജ് ചെയ്ത തെറ്റാണ്. ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കേട്ടു. അപ്പൊ അവിടെ ഇരിക്കുന്നവരിൽ തന്നെ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. കാരണം അങ്ങനെയാണ് ഇങ്ങനെ. പൃഥ്വിരാജിന് എവിടുന്ന് ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട, സ്ഥാനമാനങ്ങളും വേണ്ട, കാശും വേണ്ട, അങ്ങനത്തെ ഒരു മോനല്ല. അങ്ങനല്ല ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിയത്. ഇവരവിടെ ഇരിക്കുന്നവരെല്ലാവരും കുടുംബനാഥന്മാരാണ്. അവരവരുടെ മക്കളെ ഇങ്ങനെ വളർത്തുവോ? ചതിയന്മാരായിട്ടും വഞ്ചകന്മാരായിട്ടും ഒക്കെ പറയട്ടെ. പിന്നെ എനിക്ക് എല്ലാവരെയും അറിയാം. വലിയ നേതാക്കന്മാർ തൊട്ട് ഇന്നലെ വന്ന പിള്ളേരെ വരെ എനിക്കറിയാം. എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. ഇതൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല, ആർക്കും കാണാൻ പറ്റിയില്ല. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. അത് എല്ലാവർക്കും അറിയാം. ആ യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം. ലൈറ്റ് ബോയ്സ് തൊട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേജർ രവിയുടെ വല്ല കാര്യത്തിനാണോ, അതോ അദ്ദേഹം മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ